hello guys, welcome to my channel. Okay, anyway, start ചെയ്യുന്നത് എൻ്റെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരു എറർ ഉണ്ടായിരുന്നു റിഗാർഡിങ് ദി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ക്ലീൻ. ഓക്കെ, അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് യുവർ ഇൻഫോ. ബിക്കോസ് നിങ്ങളത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പോഴും അത് എന്താണ് പഴയ സംഭവമാണ് എന്ന് വിചാരിച്ച് ഇരുന്നേനെ. 120 ക്വസ്റ്റ്യൻ ആയത് ഞാൻ അറിയില്ല. ഓക്കെ, എനിവേ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ്സ് അബൌട്ട് ലീഗൽ മാക്സിംസ്. ഓക്കെ, സോ വേറൊന്നും കൊണ്ടല്ല, നാല് പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ലീഗൽ മാക്സിം എങ്ങനെയാണ് ഈസി ആയിട്ട് പഠിക്കുന്നത്, ഉറപ്പായിട്ടും ചോദിക്കുന്ന മാക്സിംസ് ഏതൊക്കെയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരു 4-5 പേര് എനിക്ക് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ലീഗൽ മാക്സിംസിനെ പറ്റി ഇടാം. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെക്ഷനാണ് ഈ പറയുന്നത് ലീഗൽ മാക്സിംസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾ പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈസി എന്ന് വെച്ചാൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യനും ഒന്നും നോക്കാതെ ഇങ്ങനെ ഇട്ട് പോവാം എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, സോ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ആൻഡ് ഓൾസോ ഇൻ മൈ പ്രീവിയസ് വീഡിയോ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്ലാറ്റ് പഠിക്കുന്ന പോലെ ക്ലീയിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഓക്കെ, അത് ഒന്ന് ഇടാവോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ കമൻറ്റ് കണ്ടു. സോ ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് ഞാൻ പഠിച്ച ക്ലാറ്റിൻ്റെ മെറ്റീരിയൽ ഓക്കെ ആൻഡ് ഒക്കെ റെഫർ ചെയ്തിട്ട് അതിലാണെങ്കിൽ ഒരുപാടുണ്ട്, ഹൺഡ്രഡ്സ് ഓഫ് ലീഗൽ മാക്സിംസ് ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങൾക്ക് ക്ലീക്ക് പക്കയായിട്ട് ചോദിക്കുന്ന മാക്സിംസ് മാത്രം ഞാൻ എടുത്തിട്ടാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നിങ്ങൾ പഠിക്കാനുള്ളത് ഓൺലി 45 ലീഗൽ മാക്സിംസ് ആണ്. ഓക്കെ, ഇത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഉറപ്പ് പറയുന്നില്ല ഇതാണ് നിങ്ങൾക്ക് ചോദിക്കുന്നതെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല, പക്ഷേ ഈ 45 മാക്സിംസിനകത്തു നിന്നായിരിക്കും നിങ്ങൾക്ക് ഉറപ്പായിട്ട് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് പുറത്തുനിന്ന് ഒറ്റ മാക്സിം പോലും ചോദിക്കില്ല. ഓക്കെ, സോ അത് ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. ഫൈൻ, സോ ലെറ്റ് us മൂവ് ഇൻ ടു അവർ വീഡിയോ. അതിനു മുന്നേ ലീഗൽ മാക്സിം പഠിക്കാനുള്ള ഒരു ഈസി മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ 2021 ക്വസ്റ്റ്യൻ സത്യം പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇപ്പോൾ റെഫർ ചെയ്തപ്പോൾ കണ്ട ഒരു എളുപ്പ രീതി ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓപ്ഷൻ വരുന്നത് നമുക്ക് ഈസി ആയിട്ടത് മാർക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്ന് വെച്ചാൽ വരുന്ന മാക്സിമിൽ ജസ്റ്റ് ചെക്ക് ഒരു നെഗറ്റീവ് മീനിങ് വരുന്ന ഏതെങ്കിലും ടേം ഉണ്ടോ എന്ന് നോക്കുക. അതാണ് നിങ്ങൾ നോക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. നോൺ, സിനെ അങ്ങനെ നെഗറ്റീവ് സെൻസ് വരുന്ന മാക്സിമിൽ ടേംസ് ഉണ്ടാവും. അത് വരികയാണെങ്കിൽ ഉറപ്പായിട്ടും ഓപ്ഷനിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്ത് പോകാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഓപ്ഷനിൽ നോക്കുക, ഏതെങ്കിലും നെഗറ്റീവ് സെൻറ്റൻസുകൾ ഉണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിലോ ഉണ്ടെങ്കിലോ അപ്പോൾ അത് ഏതാണെന്ന് വെച്ചാൽ അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്ഷൻ ചൂസ് ചെയ്യാം. ഓക്കെ, ആൻഡ് ഓൾസോ അതിൻ്റെ ഒരു PPT ഞാൻ ചെയ്തത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. സോ അത് കിട്ടുമെന്ന് അറിയില്ല, ബട്ട് എന്തായാലും ഞാൻ ലിങ്ക് ഷെയർ ചെയ്തേക്കാം. സോ നിങ്ങളത് ചെക്ക് ചെയ്യാം. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഡോണ്ട് വറി, ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടെ എന്ത് ചെയ്യാം, ഇവിടെ മെൻഷൻ ചെയ്ത് പോവാം. സോ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് എഴുതി പോവുകയാണെങ്കിൽ അത്രയും നല്ലത്. ആൻഡ് ഓൾസോ അനദർ ടിപ്പ് ഫോർ സ്റ്റഡിങ് ദിസ് ലീഗൽ മാക്സിം ഈസ് ദറ്റ് സ്റ്റഡി ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ. ഓക്കെ, അതാണ് നിങ്ങൾ രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. എയിൽ തുടങ്ങുന്ന എത്ര മാക്സിംസ് ആണ് അത് ഞാനിപ്പോൾ പറയാം. സോ അങ്ങനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ നിങ്ങൾ പഠിച്ചു പോവുകയാണെങ്കിൽ 45 മാക്സിംസേ ഉള്ളൂ. അത് മാത്രം നിങ്ങൾ നോക്കിപ്പോയാൽ മതി. You will score good mark in legal maxims. Okay, so നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യത്തെ മാക്സിം എന്ന് പറയുന്നത് അബ് ഇനിഷ്യോ. നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ മാക്സിം എന്ന് പറയുന്നത് എന്താണ്, അബ് ഇനിഷ്യോ എന്നാണ്. അബിൻ്റെ മീനിങ് നമുക്കറിയില്ല, ബട്ട് ഇനിഷ്യോ എന്ന് വെച്ചാൽ എന്താണ്, ഇനിഷ്യൽ എന്നാണ്. ഓക്കെ, ഇനിഷ്യൽ, ബിഗിനിങ് എന്നൊക്കെ ഓർമ്മിക്കുക. സോ അബ് ഇനിഷ്യോയുടെ മീനിങ് എന്ന് പറയുന്നത് ഫ്രം ദ ബിഗിനിങ് എന്നുള്ളതാണ്. ഓക്കെ, സോ അബ് ഇനിഷ്യോ മീൻസ് ഫ്രം ദ ബിഗിനിങ്. അതാണ് ഒന്നാമത്തെ മാക്സിം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ലീഗൽ മാക്സിം എന്ന് പറയുന്നത് ആക്ഷിയോ പേഴ്സണാലിസ് മൊറേറ്റർ കം പേഴ്സണ എന്നുള്ളതാണ്. സോ ഇങ്ങനെ ലെങ്തി ആയിട്ടുള്ള മാക്സിംസ് കിട്ടുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യാനുള്ളത് അതിലേതെങ്കിലും വേർഡ്സ് നിങ്ങൾക്ക് കണക്റ്റഡ് ആവുന്നുണ്ടോ എന്നുള്ളതാണ്. ആക്ഷിയോ മീൻസ് വാട്ട്, ഇറ്റ്സ് ആക്ഷൻ.
പേഴ്സണാലിസ് എന്ന് വെച്ചാൽ എന്താണ്? വിച്ച് മീൻസ് പേഴ്സണ. ഓക്കെ, പേഴ്സണാലിസ് പേഴ്സണ. അപ്പോൾ ആക്ഷ്യോ പേഴ്സണാലിസ് മൊറേറ്റർ കം പേഴ്സണ. മൊറേറ്റർ എന്ന് വെച്ചാൽ മരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആക്ഷനായി, പേഴ്സണായി, ഡൈസായി ആൻഡ് കം പേഴ്സണ. കം വിച്ച് മീൻസ് ത്രൂ അല്ലെങ്കിൽ അതിലൂടെ എന്നൊക്കെയാണ്. ഓക്കെ, അപ്പം കം പേഴ്സണ എന്ന് വെച്ചാൽ പേഴ്സൺ. അപ്പം നമുക്കെല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരാൾ ചെയ്യുന്ന ആക്ട് എന്ത് ചെയ്യാണ്? അയാൾ മരിക്കുമ്പോൾ അതിലൂടെ അത് മരിക്കുകയാണ് എന്നുള്ളതാണ് ആക്ഷ്യോ പേഴ്സണാലിസ് മൊറേറ്റർ കം പേഴ്സണ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഓപ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇതിൽ എന്താണ്, ഒരു നെഗറ്റീവ് ഫ്രേസുകളൊന്നുമില്ല, നോണില്ല, ഒന്നുമില്ല. സോ ഈസി ആയിട്ട് മൊറേറ്റർ എന്ന് വെച്ചാൽ മരിക്കുകയാണ്, ആക്ഷൻ, പേഴ്സൺ എന്നൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എ പേഴ്സണൽ ആക്ഷൻ ഡൈസ് വിത്ത് എ പേഴ്സൺ എന്നുള്ളതാണ്. ഓക്കെ, ആ ആൾ മരിക്കുന്നതോടുകൂടി ആൾ ചെയ്ത ആക്റ്റും എന്ത് ചെയ്യാണ്? മരിക്കുകയാണ് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ഇസ് ആക്ഷ്യോ പേഴ്സണാലിസ് മൊറേറ്റർ കം പേഴ്സണ. മൂന്നാമത്തെ മാക്സിം എന്ന് പറയുന്നത് ആക്ഷനസ് ലെജസ്. ആക്ഷനസ് ലെജസ് എന്ന് വെച്ചാൽ ലോ സ്യൂട്ട്സ് എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, ലോ സ്യൂട്ട്സ്. നൗ കമ്മിങ് ടു ദ ഫോർത്ത്. നിങ്ങളിതെല്ലാം കേട്ട് പഴകിയ ഒരു മാക്സിം ആയിരിക്കും. ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിത്രിയെ. ഓക്കെ, സോ ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിത്രിയെ. ഇതിൽ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ്സ് എന്ന് പറയുന്ന രണ്ടെണ്ണമാണ്, ആക്ടസ് റിയയും മെൻസ് റിയയും. ആക്ടസ് റിയ എന്ന് പറഞ്ഞാൽ ഒരു ഗിൽറ്റി ഡീഡ് ഒരു ആക്ട്, ഒരു ഗിൽറ്റി ആയിട്ട് ഒരു തെറ്റായിട്ടുള്ളൊരു ആക്ട്, അതാണ് ആക്ടസ് റിയ. ആക്ട് ഡസ് നോട്ട് മേക്ക് വൺ ഗിൽറ്റി അൺലെസ് ദർ ഇസ് എ ഗിൽറ്റി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്. അല്ലെങ്കിൽ അയാൾക്കൊരു അഴുക്ക അല്ലെങ്കിൽ ഒരു ഗിൽറ്റി ഇൻറ്റൻഷൻ, ഒരു ബാഡ് ഇൻറ്റൻഷൻ ആ ഒരു ആക്ട് ചെയ്യാൻ ഉണ്ടാവുന്നത് വരെ എന്തല്ല, അതൊരു തെറ്റായ പ്രവൃത്തി അല്ല, അല്ലെങ്കിൽ അത് ലയബിൾ അല്ല, അയാൾ ലയബിൾ ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ക്രൈം ആവണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട ഒരു എലമെൻ്റാണ് ഗിൽറ്റി സ്റ്റേറ്റ് ഓഫ് മൈൻഡ്, മെൻസ് റിയ എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ IPC ഒക്കെ പഠിക്കുമ്പോൾ പിന്നീട് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കാനുണ്ടാവും. ഓക്കെ, സോ അതാണ് ആക്ടസ് റിയ ആക്ടസ് നോൺ ഫാസിട്രിയം നിസി മെൻസിത്രിയ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആൻഡ് ആക്ട് ഡസ് നോട്ട് മേക്ക് വൺ ഗിൽറ്റി അൺലെസ് എന്താണ് ദർ ബി എ ക്രിമിനൽ ഇൻറ്റൻഷൻ, അല്ലെങ്കിൽ ഒരു ഗിൽറ്റി ഇൻറ്റൻഷൻ എന്നൊക്കെ നമുക്ക് പറയാം. അഞ്ചാമത്തത് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഒരു മാക്സിമാണ് ആക്ടസ് റിയ എന്ന് പറയുന്നത്. I told you that it's a guilty deed, അല്ലെങ്കിൽ ഒരു എന്താണ്, ഇറ്റ്സ് എ ഗിൽറ്റി ഡീഡ് ഓർ വാട്ട്, an act. ഓക്കെ, സോ അതാണ് ആക്ടസ് റിയ എന്ന് പറയുന്നത്. ആൻഡ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് മാക്സിം, അതായത് ആറാമത്തെ മാക്സിം നിങ്ങൾക്ക് പഠിക്കാനുള്ളത് അഡ് ഹോക്ക് ആണ്. അഡ് ഹോക്ക് എന്ന് പറഞ്ഞാൽ ഫോർ ദിസ് പർപ്പസ് എന്നാണ്. ഓക്കെ, സോ ഫോർ ദിസ് പർപ്പസ് ഇതങ്ങനെ ഏതൊക്കെയോ ഒന്നിൽ ചോദിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോൾ ഞാൻ 2022-23 ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. ബട്ട് നിങ്ങൾ ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു മാക്സിമാണ്. സോ അത് നിങ്ങൾ വിടാണ്ടിരിക്കുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കുക. അഡ് ഹോക്ക് എന്ന് പറഞ്ഞാൽ വാട്ട്, ഫോർ ദിസ് പർപ്പസ്. ഓക്കെ, സോ അത് ഓർമ്മിച്ചൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാമല്ലോ. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മൂവീസിലൊക്കെ കേട്ട് പഴകിയ ഒരു മാക്സിമാണ് അലിബായ്. ഓക്കെ, അലിബായ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ ഒരു കൃത്യം നടക്കുമ്പോൾ എൻ്റെ കക്ഷി സ്ഥലത്തില്ലായിരുന്നു, വേറെ എവിടെയോ ആയിരുന്നു, വേറെ എവിടെയോ തെണ്ടാകുന്നു എന്നൊക്കെ. സോ അത് ഫയൽ ചെയ്യുന്നതാണ് അലിബായ് എന്ന് പറയും. അപ്പം അലിബായ് എന്ന് വെച്ചാൽ അറ്റ് എൽസ് വെയർ എന്നൊക്കെയാണ്. അപ്പോൾ അതായത് എന്താണ്, അറ്റ് അനദർ പ്ലേസ് ഓർ എൽസ് വെയർ എന്നൊക്കെ നമുക്ക് പറയാം. അതാണ് അലിബായ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഇസ് അലിബായ്. ആൻഡ് എട്ടാമത്തത് നിങ്ങൾ കേട്ടിട്ടുള്ളത് തന്നെയാണ് അമിക്കസ് ക്യൂറി എന്ന് പറയുന്നത്. അമിക്കസ് ക്യൂറി എന്ന് വെച്ചാൽ ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. ഓക്കെ, ഫ്രണ്ട് ഓഫ് ദ കോർട്ട്. അമിക്കസ് ക്യൂറി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ്സ് ഫ്രണ്ട് ഓഫ് ദി കോർട്ട്. നൗ ഒരെണ്ണം പഠിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ പഠിച്ചു വയ്ക്കുക. അനിമസ് ഫ്യൂരാൻഡിയും അനിമസ് ടെസ്റ്റാൻഡി. ഓക്കെ, അനിമസ് ഫ്യൂരാൻഡി, ടെസ്റ്റാൻഡി. ഫ്യൂരാൻഡി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു സ്റ്റീലിംഗ്. ഓക്കെ, സ്റ്റീലിംഗ്, മോഷണം. ഓക്കെ, ടെസ്റ്റാൻഡി എന്ന് വെച്ചാൽ വിച്ച് ഇസ് റിലേറ്റഡ് ടു വിൽ. ഓക്കെ, അപ്പം എന്താണ്, അനിമസ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എൻ ഇൻറ്റൻഷൻ. ഓക്കെ, അനിമസ് എന്ന് വെച്ചാൽ ഇൻറ്റൻഷൻ. അപ്പം അനിമസ് ഫ്യൂരാൻഡി എന്താണ്,
എന്താണ് സംതിങ് ഡൂയിങ് സംതിങ് വിത്ത് ആൻ ഇൻറ്റൻഷൻ ഓഫ് സ്റ്റീലിങ്, മോഷ്ടിക്കണം എന്നുള്ള ഇൻറ്റൻഷനോടുകൂടി ചെയ്യുന്ന അല്ലെങ്കിൽ വിത്ത് എന്താണ് ചെയ്യുന്ന ഒരു സംഭവം അതാണ് ആനിമസ് എന്താണ് ഫ്യൂറാൻഡി എന്ന് പറയുന്നത്. ആനിമസ് ടെസ്റ്റാൻഡി എന്ന് പറഞ്ഞാൽ വിത്ത് ഇൻറ്റൻഷൻ ഓഫ് വാട്ട് മേക്കിംഗ് എ വിൽ ഉണ്ടാക്കണം എന്നുള്ള ഇൻറ്റൻഷനോട് കൂടി. അപ്പോഴാണ് നമ്മൾ അനിമസ് ടെസ്റ്റാൻഡി എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഇപ്പം ഞാൻ എയിൽ തുടങ്ങുന്ന 10 മാക്സിംസ് ആണ് പറഞ്ഞത്. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. എ. നൗ ബിയിൽ ഒറ്റൊരു മാക്സിം മാത്രം. ഓക്കെ, ഈ ഒരു മാക്സിം മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബോണഫിഡെ എന്ന് പറയും. ഓക്കെ, വാട്ട് ഇസ് ബോണഫിഡെ? ബോണഫിഡെ എന്ന് വെച്ചാൽ വിത്ത് ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, ഗുഡ് ഫെയ്ത്ത്, നല്ല മനസ്സോടു കൂടി ചെയ്ത്, നല്ല വിശ്വാസത്തോടു കൂടി ചെയ്തൊരു സംഭവം, അതാണ് ബോണഫിഡെ എന്ന് പറയുന്നത്. ഇപ്പോൾ ബിയിൽ നിങ്ങൾ ഈ ഒരൊറ്റ മാക്സിം മാത്രം നോക്കിയാൽ മതി. ബോണഫിഡെ, ദാറ്റ് ഇസ് വിത്ത് ഗുഡ് ഫെയ്ത്ത്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി സിയിൽ നിങ്ങൾ നോക്കാനുള്ളത് 4 മാക്സിംസ് ആണ്. ഓക്കെ, സോ ഞാൻ നിങ്ങൾ നോട്ട് ചെയ്തു 4 മാക്സിംസ് ആണ്. 4 മാക്സിം മാത്രം സിയിൽ നോക്കിയാൽ മതി. ഓക്കെ, ഒന്നാമത് കോൺട്ര ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ടു ദ കോൺട്രറി അല്ലെങ്കിൽ എന്താണ് എഗെയിൻസ്റ്റ്, ഓപ്പോസിറ്റ്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. ഓക്കെ, സോ കോൺട്ര എന്ന് വെച്ചാൽ എന്താണ്? ടു ദ കോൺട്രറി. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് കോർപ്പസ് എന്ന് വെച്ചാൽ ഓർമ്മിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് കേട്ടോ. നിങ്ങൾക്ക് LLB എടുത്തു കഴിഞ്ഞാലും ആവശ്യമുള്ളൊരു വാക്കാണ് കോർപ്പസ് എന്ന് പറയുന്നത്. കോർപ്പസ് എന്ന് വെച്ചാൽ ബോഡി എന്നാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, കോർപ്പസ് മീൻസ് വാട്ട്? ബോഡി. ഓക്കെ, പക്ഷേ കോർപ്പസ് ഡെലിക്റ്റൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ബോഡി തന്നെയാണ്, പക്ഷേ ഇത് ഗിസ്റ്റ് ഓഫ് ദ ക്രൈമിനെയാണ് കോർപ്പസ് ഡെലിക്റ്റൈ, ആ ഒരു ക്രൈം നടക്കാനുള്ള ആ ഒരു എന്താണ് ഉദ്ദേശം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ ഗിസ്റ്റ് ഓഫ് ദി ക്രൈമാണ്, ദ ബോഡി തന്നെയാണ് കോർപ്പസ് ഡെലിക്റ്റൈ എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് 3. അനി 4ാമത്തെ സി വെച്ച് തുടങ്ങുന്ന ലീഗൽ മാക്സിം എന്ന് പറയുന്നത് ക്യൂജസ് എസ്റ്റ് ഡെയർ ഇജസ് എസ്റ്റ് ഡിസ്പൊണയർ എന്നുള്ളതാണ്. സോ വിച്ച് ഇസ് റിലേറ്റഡ് ടു മേക്കിംഗ് എന്താണ് ഗിവിങ് ഗിഫ്റ്റ്. ഓക്കെ, അതായത് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ക്യൂജസ് എസ്റ്റ് ഡെയർ ഇതിലൊന്നും നമുക്കറിയില്ല, ഫെമിലിയർ ആയിട്ടുള്ള വേർഡല്ല. ഇജസ് എസ്റ്റ് ഡിസ്പൊണയർ എന്ന് ആലോചിക്കുമ്പോൾ ബാക്കിയെല്ലാം നിങ്ങൾക്ക് ക്ലിക്കായിക്കോണം. ഡിസ്പൊണയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്പോസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് സംതിങ് റിലേറ്റഡ് ടു ഡിസ്പോസ്, അങ്ങനെ ആലോചിക്കാം. സംഭവം എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഹീ ഹൂ ഹാസ് ദ റൈറ്റ് ടു ഗീവ് ഹാസ് എ റൈറ്റ് ടു ഡിസ്പോസ് ദ ഗിഫ്റ്റ്. അതായത് ഞാനിപ്പോൾ നിങ്ങൾക്കൊരു സാധനം തന്നാൽ എനിക്കത് നശിപ്പിക്കാൻ അല്ലെങ്കിൽ അത് ഡിസ്പോസ് ചെയ്യാനുള്ള റൈറ്റും എനിക്കുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, സോ ഹീ ഹൂ ഹാസ് എ റൈറ്റ് ടു ഗീവ്, കൊടുക്കുന്നവനെ കൊടുക്കാൻ അവകാശമുള്ളവനെ എന്ത് ചെയ്യാം? ക്യാൻ ഡിസ്പോസ് ദ ഗിഫ്റ്റ്, അതെന്ത് ചെയ്യാം? ഡിസ്പോസും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ക്യൂജസ് എസ്റ്റ് ഡെയർ ഇജസ് എസ്റ്റ് ഡിസ്പൊണയർ എന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. നൗ അപ്പോൾ സിയിൽ ഇത്രയേ ഉള്ളൂ. സിയിൽ 4 എണ്ണം ഉണ്ട്. അപ്പം എയിൽ തുടങ്ങുന്ന 10ആയി, ബിയിൽ തുടങ്ങുന്ന 1 എണ്ണം, സിയിലുള്ള 4 എണ്ണം. ഇനി ഡിയിൽ തുടങ്ങുന്ന നമുക്ക് പഠിക്കാനുള്ളത് 5 മാക്സിംസ് ആണ്. ഓക്കെ, സോ ഫസ്റ്റ് മാക്സിം എന്ന് പറയുന്നത് ഡാംനം സിനെ ഇഞ്ചൂരിയ. ഇവിടെ സിനെ എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് സെൻസിലാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാക്സിമാണ് കേട്ടോ. ഡാംനം സിനെ ഇഞ്ചൂരിയ ആൻഡ് ഇഞ്ചൂരിയ സിനെ ഡാംനം, ഇത് 2 എണ്ണം. നിങ്ങൾ ടോർട്ട് പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കേൾക്കാൻ പോകുന്ന ഒരു 2 മാക്സിംസ് ആണ്. ഓക്കെ, 2 മാക്സിംസ് ആണ് ഡാംനം സിനെ ഇഞ്ചൂരിയ ആൻഡ് ഇഞ്ചൂരിയ സിനെ ഡാംനം. ഓക്കെ, സോ ഡാംനം സിനെ ഇഞ്ചൂരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്? ഡാമേജ് ഡാംനം, സിനെ വിത്തൗട്ട്, ഇഞ്ചൂറിയ എന്ന് വെച്ചാൽ വെറും ഇഞ്ചുറി അല്ല, ലീഗൽ ഇഞ്ചുറിയാണ്. ഓക്കെ, അതാണ് നിങ്ങൾ ഇതിൽ ഓർമ്മിക്കേണ്ടത്. അപ്പം ചിലപ്പോൾ ഓപ്ഷനിൽ ഡാമേജ് വിത്തൗട്ട് ഇഞ്ചുറി എന്നൊരു ഓപ്ഷൻ കാണും, ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി എന്നൊരു ഓപ്ഷൻ കാണും. നിങ്ങൾ ഏതാ മാർക്ക് ചെയ്യേണ്ടത്? ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറിയാണ്. അപ്പോൾ ഇവിടെ വേണ്ടത് ഒരു ലീഗൽ ഇഞ്ചുറിയാണ്. നമ്മൾ ലോ ആണ് പഠിക്കുന്നത്, അപ്പോൾ ലീഗൽ ഇഞ്ചുറിയാണ് വേണ്ടത്. അപ്പം ഒരാൾക്ക് ചിലപ്പോൾ നഷ്ടം സംഭവിച്ചേക്കാം, പക്ഷെ അവിടെ ഒരു ലീഗൽ ഇഞ്ചുറിയും നടന്നു കാണില്ല. അതാണ് ഡാമേജ് വിത്തൗട്ട് ലീഗൽ ഇഞ്ചുറി അഥവാ ഡാംനം സിനെ ഇഞ്ചൂറിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. നൗ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിയിൽ തുടങ്ങുന്ന ഒരു മാക്സിമാണ് ഡി ഡൈൻ ഡയം. ഓക്കെ, ഡി ഡൈൻ ഡയം എന്ന് വെച്ചാൽ ഫ്രം ഡേ ടു ഡേ, ഡൈൻ ഡയം ഡേ ടു ഡേ എന്നുള്ളതാണ്. ഓക്കെ, അത് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഡി ഫ്യൂച്ചറോ എന്ന് വെച്ചാൽ ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, സിമ്പിളാണ്, ഫ്യൂച്ചറിൽ. ഓക്കെ, ഇൻ ദ ഫ്യൂച്ചർ. ഓക്കെ, അടുത്തത് ഡി നോവോ. ഇത് 2021 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡി നോവോ എന്ന് വെച്ചാൽ നോവോ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മിക്കേണ്ട എന്താണ്?
ന്യൂ അല്ലെങ്കിൽ സ്റ്റാർട്ടിങ് എ ഫ്രഷ്, ഒന്നേന്ന് സ്റ്റാർട്ട് ചെയ്യുക, പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെയാണ്. അപ്പോൾ എന്താണ് ഡി നോവോ മീൻസ് ഫ്രഷ്, ന്യൂ, സ്റ്റാർട്ടിങ് എ ഫ്രഷ്. അപ്പോൾ പുതിയത് എന്നുള്ള ഏതെങ്കിലും കണക്ട് ചെയ്യുന്ന ഏതെങ്കിലും വേർഡ് ആ ഓപ്ഷൻസിലുണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യുക. ഓക്കെ, സോ ഇത്രയാണ് ABCD വരെ ആയി. ഓക്കെ, സോ ബാക്കിയുള്ളത് ഞാൻ അടുത്തൊരു സെക്കൻഡ് പാർട്ടായിട്ട് കൊടുത്തേക്കാം. ബിക്കോസ് എല്ലാം കൂടെ എന്താണ് ഭയങ്കര ലെങ്തി ആയി പോവും, അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സോ ഹോപ്പ് യു സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.